പോലീസ് ഇടപെടുകയാണ്. ആവേശം പകരുന്ന കാഴ്ചയാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടായെന്ന് സംശയമുണ്ട്. ഇത് എവിടെ നിന്നുള്ള കാഴ്ചയാണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. മലപ്പുറത്താണ് ആവേശം. എനിക്ക് തോന്നുന്നത് വ്യത്യസ്ത മുന്നണികൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലത്ത് ദേശം ആവേശം കൂടി കാണും. ആവേശം ഒന്നിനും നല്ലതല്ല. നമുക്ക് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ വിധി എഴുതാനുള്ളതാണ്. പോലീസ് ഇടപെട്ട് കഴിഞ്ഞു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇതൊക്കെ നടത്തണമെന്നാണ് പോലീസിന്റെ അഭിപ്രായം. ശാന്തമായി കഴിച്ചു. അശാന്തിയുടെ മണ്ണ് നിറയ്ക്കരുത്. ഓക്കെ, ശാന്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. മലപ്പുറത്തുള്ള ആവേശഭരിതമായ കാഴ്ചകളാണ് കാണുന്നത്. ആവേശം അതിര് കടന്നു കഴിഞ്ഞാൽ പോലീസ് ഇടപെടും എന്നിപ്പോൾ മനസ്സിലായി പ്രവർത്തകർക്ക്. ക്രമസമാധാനം കാത്തു സൂക്ഷിച്ചേ മതിയാകൂ. കേരളം മുഴുവൻ ഒരാകാശം പോലെ, തെരഞ്ഞെടുപ്പിന്റെ ഒരാകാശം പോലെ മാറിക്കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞാലുള്ള കുഴപ്പം വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ, കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി മധ്യേ എന്ന് പറയുന്ന വാക്കുകൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. നൃശംസ കംസ പരാക്രമം പുരുഷനോടല്ല വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേരൂർക്കട നമ്മൾ എത്ര പറഞ്ഞു അറിയില്ല, പക്ഷേ 2 മണിയൊക്കെ ആയപ്പോഴേക്ക് പേരൂർക്കട ആവേശം തുടങ്ങിയതാണ്. പിന്നെ അതങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്നതോറും നീറി ആവേശം കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഓട്ടോളം ആവേശത്തിലോട്ട് അങ്ങനെ മുട്ടനടിച്ച് കയറുകയാണ് അവിടെ എല്ലാ സ്ഥലത്തും. ഓരോരോ കോലത്തിൽ നൃത്തങ്ങൾ, ഓരോരോ രൂപത്തിൽ നൃത്തങ്ങൾ, ഓരോരോ രീതിയിൽ നൃത്തങ്ങൾ. സ്വന്തം നൃത്തം, സ്വന്തം താളം, സ്വന്തം മേളം, അങ്ങനെ ദാങ്കടക്കം ദില്ലം എന്ന് പറയുന്നത് പോലെ അടിച്ച് കയറുകയാണ്. ആവേശം അങ്ങനെ പരമാവധിയിലേക്ക് എത്തുന്നു. അതിനിടയിൽ ആവേശ പരകോടിയിലേക്ക് എത്തിയാലും മനസാന്നിധ്യം കൈവിടല്ലേ. മനസാന്നിധ്യം കൈവിട്ടാൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ സുഖകരമാവില്ല. ഇത് നല്ല ഭംഗിയുണ്ട്, രസമുണ്ട്. അങ്ങനെ നിന്നാൽ മതി. അത് അടിയിലേക്ക് പോകുന്നത് നല്ലതല്ല. പാലക്കാട് ആകാശ ദൃശ്യങ്ങൾ തല്ലിക്കെടുത്തല്ലേ മക്കളെ നമ്മോടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ആവേശം തല്ലിക്കെടുത്തരുത് എന്ന് നമ്മുടെ PCR ആവശ്യപ്പെടുന്നു. ഈ പാലക്കാട്ടേക്ക് ഒഴുകി വരുന്ന ജനാരവും പ്രിയപ്പെട്ട പ്രേക്ഷകർ, പാലക്കാടിന്റെ ആകാശം നിങ്ങൾക്കറിയാം. കരിമന പട്ടകളിൽ കാറ്റ് പിടിക്കുമ്പോൾ പിന്നെയും ചെറിയൊരു സംഘർഷം ഉണ്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആൾക്കൂട്ടത്തിനിടെ നമ്മുടെ പ്രതിനിധി എവിടെയുണ്ട്? ഗൂഗിൾ രവി ആൾക്കൂട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങി വരൂ. താങ്കളുടെ ചില അഭിപ്രായങ്ങൾ ആവശ്യമുണ്ട്. മലപ്പുറത്തെ സംഘർഷത്തിന് എന്താണ് കാരണം? എന്താ പറ്റിയേ? ഇവിടെ അതിഗംഭീരമായ കലാശക്കൊട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം കുന്നുമ്മലിൽ ഇരു മുന്നണികളുമല്ല 3 മുന്നണികളും SDPI ഉണ്ട്. 4 പാർട്ടികളുടെ അല്ലെങ്കിൽ 4 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ, അവരുടെ പ്രവർത്തകർ അത്യന്തം ആവേശത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷവും തങ്ങളുടേതാക്കാനുള്ള പരിശ്രമമാണ് അവർ ആ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ റോഡ് ഷോകളും മറ്റുമായിട്ടായിരുന്നു ഈ സ്ഥലത്തേക്ക്, മലപ്പുറത്തിന്റെ നഗര ഹൃദയത്തിലേക്ക് വിവിധ മുന്നണികളുടെ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാൻഡുമേളമുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, DJ ഉണ്ട്. മുൻപൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അതിനേക്കാൾ വളരെ ഗംഭീരമായി, മനോഹരമായി, കളർഫുള്ളായി ഈ അവസാന നിമിഷവും, തെരഞ്ഞെടുപ്പിനുള്ള അവസാന നിമിഷവും തങ്ങളുടേതാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇടപെട്ട കാര്യം ആവേശം അതിരിവിടുന്നുണ്ടോ? ആവേശം അതിരിവിട്ടാൽ പിടിച്ചേ കിട്ടില്ലേ? പ്രവർത്തകർ. എന്നാൽ മലപ്പുറത്ത് ഇക്കുറി അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷ, ആ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു LDFന്റെ ഭാഗത്തുണ്ടായത്. NCPയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ അത്യന്തം ആവേശം. മലപ്പുറം എന്ന് പറയുന്നത് ലീഗിന്റെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ തവണ 16 മണ്ഡലങ്ങളിൽ 12ഇടത്തിൽ വിജയം മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ തേടി നിന്നിരുന്നു. അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള പ്രതീതികൾ സൃഷ്ടിക്കുന്ന വിധമായിരുന്നു ഇവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. അത്യന്തം ആവേശത്തിലാണ് പ്രവർത്തകർ. കലാശക്കൊട്ടിന് 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഈ മലപ്പുറത്തിന്റെ നഗര ഹൃദയത്തിൽ പ്രവർത്തകരൊക്കെ തമ്പടിച്ചുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി ജനാധിപത്യത്തിന്റെ മഹത്തായ മഹോത്സവത്തെ തങ്ങളുടേതാക്കി മാറ്റാനുള്ള തീവ്രമായ ഗൂഗിളെ നമുക്ക് കാര്യം മനസ്സിലായി. താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മുടെ ആവേശത്തിന് അറുതിയാകുന്നില്ല. നമുക്കറിയുന്ന പോലെ ഇപ്പോൾ ഏതാണ്ട് 4:48 ആയി കഴിഞ്ഞു. ഒരു 6 മണി വരെ ഒരുപക്ഷെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം ആവേശം ഉണ്ടായിട്ടുണ്ടെന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.